ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് തൃശ്ശൂർക്കാരൻ ബ്ലോഗ്സിൽ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതൊരു ഇന്ത്യ ഫിലിപ്പിനോ ഫ്യൂഷൻ ഡിഷാണ്. എന്റെ തന്നെ രീതിയിൽ എന്റെ കുക്കിംഗ് ബുക്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മളൊരു ഫിലിപ്പിനോ ഡിഷ് ഉണ്ട്, ബീക്ലസ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് അവർ പോർക്കും കോക്കനട്ട് മിൽക്കും പിന്നെ പച്ചക്കറി ബീൻസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു പ്രചോദനത്തിൽ നിന്ന് അത് കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് കിട്ടിയതിന്റെ പ്രചോദനത്തിൽ നിന്ന് ഞാൻ തന്നെ ക്രിയേറ്റ് നമ്മുടെയൊക്കെ ഒരു മസാല ഇട്ടിട്ട് കുറച്ച് സ്പൈസി ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു ഡിഷാണ് ഇത്. അപ്പൊ നമുക്ക് ഈ കുക്ക് വീഡിയോയിലോട്ട് നടക്കാം. ഈ കാണുന്ന സാധനമാണ് നമ്മുടെ ഡിഷിന് ആവശ്യം. നമ്മുടെ ഓൾമോസ്റ്റ് 1 കിലോളം പോർക്ക് ഉണ്ട്. ഫ്രഷ് മീറ്റ് ആണ്. ഏറ്റവും കുറവ് ഫാറ്റ് കണ്ടന്റ് ഉള്ള നമ്മുടെ ഷോൾഡർ ബിന്റെ ബോൺലെസ് ആയിട്ടുള്ള പീസാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആവശ്യമുണ്ട്. ഇപ്പൊ ഒരു 2 ലെമൺ ഉണ്ട് ഇവിടെ. പിന്നെ ക്രഷ് ചെയ്ത് വെച്ചൊരു 3 ഗാർലിക് ഉണ്ട്, 4 പച്ചമുളക് ഉണ്ട്, പിന്നെ ഒരു ഫുൾ ഒനിയൻ ഉണ്ട്. പിന്നെ നമ്മുടെ മസാലയായിട്ട് ഈ 3 സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ക്രഷ്ഡ് ചില്ലി ഉണ്ട്, ഫെനൽ ഉണ്ട്, പിന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ ഉണ്ട്. അവര് കട്ടിങ് മൊത്തത്തിൽ തീർന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഗാർലിക് ആയാലും മുനിയൻ ആയാലും ഫൈൻ ചോപ്പ് ഒന്നുമല്ല, ചുമ്മാ ഒരു റഫ് ചോപ്പാണ്. കാരണം നമ്മൾ മീറ്റ് റോസ്റ്റ് ചെയ്ത ശേഷം അതിന്റെ കൂട്ടത്തിലിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ അത്ര ഫൈനായിട്ട് അത്രയും എന്താ പറയാ വഴട്ടേണ്ട കാര്യമൊന്നുമില്ല. അത് കാരണം നമ്മളൊരു റഫ് ചോപ്പാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി കുക്കിങ്ങിലോട്ട് ഇറങ്ങാം. നമ്മൾ തുടങ്ങുകയാണ് കുക്കിങ്. ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് എണ്ണ ഒഴിക്കുക. മീറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യണം, അതിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി. മീറ്റ് ഒന്ന് വറുത്തെടുക്കണം, അതിനനുസരിച്ചായിട്ടുള്ള ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക. പിന്നെ നമ്മൾ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇനി മീറ്റ് ഇടാം. അവിടെ എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മൾ മീറ്റ് ഇടുകയാണ്. ഒരു ഉപ്പിട്ട് കൊടുക്കുകയാണ്. മീറ്റിലേക്ക് ഫിഷിന്റെ കാര്യം ഇറങ്ങാൻ വേണ്ടിട്ട് അപ്പൊ പോർക്ക് ഇങ്ങനെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ആഡ് ചെയ്യണത് ഫെനലാണ്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു സ്പൂണോളം ഫെനൽ ഉണ്ട് അതിനകത്ത്. അതൊന്ന് ഒരു 2 മിനിറ്റ് എണ്ണയിൽ കിടന്നിട്ടൊന്ന് മുരിഞ്ഞ് അതിന്റെ ഫ്ലേവർ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓരോന്നായിട്ട് ഇടും. അതേ ഫെനൽ ഇട്ടിട്ട് 2 മിനിറ്റത്തോളം ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ പൊടികളെല്ലാം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് തിളയ്ക്കാം, ഒന്ന് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇവിടെ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ സ്റ്റോക്ക് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. സ്റ്റോക്ക് വാട്ടർ ഉപയോഗിക്കുമ്പോൾ അതിന് ഫ്ലേവർ ഒന്നുകൂടി കൂടും. പച്ചവെള്ളം ഉപയോഗിച്ചാലും കുഴപ്പം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഡീസന്റ് നാരങ്ങയുടെ വെള്ളം മൊത്തത്തിലുണ്ട്. നമ്മളിതിന്റെ പകുതിയോളം ഇതിൽ ആഡ് ചെയ്യണം. അപ്പൊ അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് സ്റ്റോക്ക് വാട്ടർ ആണ്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റോക്ക് വാട്ടർ ഇല്ലെങ്കിൽ പച്ചവെള്ളം ആഡ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ കറി ഓൾമോസ്റ്റ് സെറ്റാണ്. ഇപ്പോൾ നമ്മൾ അതിന്റെ ഗ്രേവിയുടെ ഒക്കെ ഒരു പരുവം കണ്ടില്ല. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം.
കറി ഫുൾ സെറ്റ് ആയിട്ടുണ്ട്, എല്ലാം റെഡിയാണ്. നമുക്കിനി കുറച്ച് ചോറ് എടുത്തിട്ട് ചോറിനിട്ടത് കറി കഴിച്ചു. ആദ്യം കിടക്കുന്ന ചോറ് നല്ല അടിപൊളി പോത്ത് കറി കഴിച്ചു തുടങ്ങി. പുളിക്കറിയാണ്, ചൂടുണ്ട്, അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് വന്നത് അവിടെ. അപ്പൊ നമ്മുടെ ഡിഷ് ഇവിടെ വളരെ രുചികരമായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിന്റെ ബെൽ ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്യാൻ വെച്ചാൽ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ നമുക്ക് പുതിയ രുചികളും അടുത്ത പുതിയ രുചികളിലൂടെ കാണുന്നവരെ, ഇനിയും കാണുന്നവരെ ഈ വീഡിയോ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്.